ഗൈസ് 2 ദിവസമായിട്ട് വീട്ടിലാണ്. അപ്പോൾ കുറച്ച് ചെടികളൊക്കെ റിപ്പോർട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ പിന്നെ അത് റിപ്പോർട്ട് ചെയ്യാന്ന് വെച്ചു. നമ്മൾ ഓൾറെഡി കുറച്ച് മണ്ണ് ഇവിടെ അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് കളക്ട് ചെയ്ത് കോരി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെടികളെല്ലാം വെക്കുന്നത് വീടിൻ്റെ പൊക്കത്തായതുകൊണ്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതും വീടിൻ്റെ പൊക്കത്താണ്. കാരണം വീടിൻ്റെ താഴെ വെച്ച ഈ നടന്നു വരുന്നവരൊക്കെ ഉണ്ടോ, ഇവരത് പറിച്ച് നശിപ്പിച്ച് കളയും. തിന്നാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ലെന്ന് വെക്കാം. ചുമ്മാ പറിച്ച് കളയുമ്പോഴത്തേക്കും നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. പല്ല പട്ടിയോ പൂച്ചയാണെങ്കിൽ ചെയ്യരുതെന്ന് പറഞ്ഞ പശുവാണെങ്കിൽ കെട്ടിയിടാം. പട്ടിയോ പൂച്ചയോട് ആണെങ്കിൽ പറഞ്ഞാൽ മനസ്സിലാവുകയും ചെയ്യും. ഇതുങ്ങൾക്ക് ബോധമില്ല, വെളിവില്ല. ഇങ്ങനെ 24 മണിക്കൂർ ഇങ്ങനെ ഒച്ചയും വെച്ചുകൊണ്ട് സർവ്വ ചെടികളും പറിച്ചുകൊണ്ട് നടക്കും. പ്രത്യേകിച്ച് താമരയൊക്കെ നട്ടു വയ്ക്കുമ്പോഴത്തേക്കും വെള്ളമായതുകൊണ്ട് പെട്ടെന്ന് പറിച്ച് കളയും. അപ്പോൾ നമ്മൾ ചെടികളെല്ലാം വെക്കുന്ന മേളിൽ. അപ്പോൾ നമ്മൾ താഴേന്ന് കോരിയ മണ്ണ് ബക്കറ്റിലത് ഈ ബക്കറ്റ് കോരിയെടുത്ത് മേളിൽ കൊണ്ടുപോയി വെച്ചിട്ട് വേണം നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ. അപ്പോൾ ഇന്നത്തെ പരിപാടിയൊക്കെ അതാണ്. നമ്മൾ മണ്ണ് കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ചുമ്മാ മണ്ണ് കൊണ്ടുവന്നിട്ടാലും ഇതുങ്ങൾ നിരത്തും. അതുകൊണ്ട് ഇതൊരു പഴയ താമരക്കുളമാണ്. എനിക്ക് വലിയച്ഛനുണ്ടാക്കി തന്നതിന് ചെറിയൊരു ചോർച്ച ഉള്ളതുകൊണ്ടാണ് നമ്മളൊരു ഫ്രിഡ്ജ് ഇത് സംഘടിപ്പിച്ച് ഇതിലേക്ക് മീൻ കുഞ്ഞുങ്ങളെയൊക്കെ മാറ്റി. അപ്പോൾ ഇതിങ്ങനെ ചുമ്മാ കിടക്കുകയായിരുന്നു. അപ്പോൾ ഇതിലാണ് മണ്ണ് ശേഖരിച്ച് വെച്ചിരുന്നത്. അപ്പോൾ ഇനി ആ മണ്ണ് ഈ ബക്കറ്റിലേക്ക് എടുത്തിടണം. ഇങ്ങനെ പോയി ചെയ്യുന്നതിൽ ഭേദം നമ്മൾ അപ്പുറത്തുനിന്ന് വന്നെടുക്കുന്ന. കാരണം ഇതിനകത്ത് കുറച്ച് താമരയുടെ ട്യൂബറൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഇത് എടുക്കാൻ പറ്റും. വെയിൽ കൊണ്ട് കിടക്കുന്നതായതുകൊണ്ട് ഇതിങ്ങനെ പിടിച്ചാൽ ഇതിങ്ങനെ പൊട്ടിപ്പോകും. അപ്പോൾ നമ്മൾ അപ്പുറത്തുനിന്ന് വേണം മണ്ണെടുക്കാനായിട്ട്. അപ്പുറത്ത് നിന്നുകൊണ്ട് വേണം മണ്ണെടുക്കാൻ. അപ്പോൾ നമ്മൾ ഇവിടെ ബക്കറ്റ് വെച്ചിട്ട് ഈ മണ്ണിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് വേണം ഇങ്ങനെ കോരി കോരി ഇട്ടാൽ. ബക്കറ്റിലേക്ക് മണ്ണ് നിറച്ചിട്ടുണ്ട്. ഇനി ഇത് സ്റ്റെപ്പ് വഴി മേളിലേക്ക് എത്തിക്കണം. അപ്പോൾ നമ്മൾ മേളിൽ ഈ മണ്ണ് എത്തിച്ചിട്ടുണ്ട്. ഈ ഷീറ്റിലേക്ക് നമ്മൾ ഈ മണ്ണിങ്ങനെ കുടഞ്ഞിട്ടതിന് ശേഷം പിന്നീട് ഡ്രം എടുത്തുകൊണ്ട് വന്നിട്ട് അതിലേക്ക് മണ്ണ് നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്ന ചെടികളൊക്കെ ഇല്ല. പലതരം ചെടികളുണ്ട്. ഇതിൻ്റെ എല്ലാം മേൽനോട്ട് നോക്കുന്നതും അമ്മയാണ്. മുമ്പ് ചെയ്തുകൊണ്ടിരുന്നതല്ല ഞാനാണ്. പിന്നീട് ക്ലാസ്സിനൊക്കെ പോകാൻ തുടങ്ങി. ഇപ്പോഴത്തേക്കും ഞാനിത് കുറച്ച് കെയർ കുറഞ്ഞപ്പോഴത്തേക്കും അമ്മ സ്വയമേ അത് ഏറ്റെടുത്തു. പിന്നെ എന്നെ കൊണ്ടൊന്നും ചെയ്യത്തില്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ ഈ താമരകളൊക്കെ ഉണ്ട്. ഈ താമരയാണ് നമ്മളിപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഞാനിവിടുന്ന് കഴിഞ്ഞ ദിവസം കുറച്ച് ചീഞ്ഞ ഇലകളൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിരുന്നു. അതിൻ്റെ ഒന്നൊരു വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി ഇട്ടിരുന്നു. അപ്പോൾ നമുക്ക് ഇനിയും മണ്ണുകൾ എടുക്കാനുണ്ട്. ഒരു ചട്ടിയിലേക്കുള്ള നമ്മളിപ്പോൾ ഒന്നിൽ കൂടുതൽ ട്യൂബർ കിട്ടുമെന്ന് തോന്നുന്നു. എന്നാലും കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുള്ളതുകൊണ്ട് നമുക്കത് കൊടുക്കണം. പിന്നെ ഒരു ഡ്രം അല്ലെങ്കിൽ ഒരു ചട്ടി നിറയ്ക്കാനുള്ള മണ്ണ് ഇപ്പം നമ്മൾ മേളിൽ എത്തിച്ചിട്ടുണ്ട്. ബാക്കി 4 മണിക്ക് ശേഷം ചെയ്യാമെന്ന് പറഞ്ഞു. കാരണം ഇപ്പം നല്ല വെയിലുണ്ട് ഗൈസ്. നല്ല വെയിലുണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ മേളിൽ നിന്ന് ചെയ്യാന്ന് വെച്ചാൽ അത് ഒരിക്കലും അത്ര നല്ല കാര്യമില്ല. കാരണം നല്ല വെയിലെന്ന് വെച്ചാൽ നല്ല വെയിലുണ്ട്, കരിഞ്ഞു പോവും. അപ്പോൾ ഒരു 4 മണിക്ക് കഴിഞ്ഞ ശേഷം വരാമെന്ന് അമ്മ പറഞ്ഞു. ഈ ശേഷമൊക്കെ ആണെങ്കിൽ വെയിലൊക്കെ താന്നിട്ട് നമുക്ക് സമാധാനത്തിൽ ചെയ്യാൻ പറ്റും. പിന്നെ അത്രേ ഉള്ളൂ ഗൈസ്. റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന ചെടി എന്ന് പറയുന്നത് തമോയാണ്. നമുക്കിപ്പോൾ ഒരുപാട് റിപ്പോർട്ട് ചെയ്യാനുണ്ട്. പക്ഷേ നമുക്ക് ചട്ടി കിട്ടുന്നതിനും കുറച്ച് കാര്യങ്ങളും പ്രശ്നങ്ങളും ആയിട്ട് നമുക്ക് എല്ലാം ഒന്നും റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ പറ്റുന്നത്ര മാക്സിമം റിപ്പോർട്ട് ചെയ്ത് വെക്കാം. പിന്നെ കുറച്ച് പേർക്ക് ചോദിച്ചിട്ടുണ്ട്, നമുക്ക് കൊടുക്കണം. പിന്നെ പരിപാടികളെല്ലാം 4 മണിക്ക് ശേഷം. ബൈ ഗൈസ്. മുമ്പ് ഞാനൊരു സംഭവം കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഓണമൊക്കെ ആവാറായി. അപ്പോൾ പൂ ഇടുമ്പോൾ നമ്മൾ വീട്ടിലുള്ള പൂവുകൾ മാക്സിമം നമ്മൾ ഇടാൻ നോക്കാറുണ്ട്. അപ്പോഴത്തേക്കും ഒന്നെങ്കിൽ മേളിൽ നിന്ന് നമ്മൾ പറിക്കുക, അല്ലെങ്കിൽ നമ്മൾ ആ നട്ടിരിക്കുന്ന ചെമ്പരത്തിൽ നിന്നൊക്കെ നമ്മൾ കൈയിട്ട് പോയി പറിക്കണം. ആക്ച്വലി നമ്മൾ പൂ ഇടുന്നത് ഇവിടെയായിരിക്കും, ഇവിടെയാണ്. അമ്മ എന്തായാലും പടം വരച്ചിട്ട് ഇപ്പോൾ കുറേ നാളായിട്ട് അമ്മ തന്നെയാണ് പൂ ഇടുന്നത്. പടം വരച്ചിട്ട് പൂക്കളിടുക. അതേപോലെ അത്രയ്ക്ക് പെർഫെക്ഷനോടെ കടയിൽ നിന്ന് മേടിച്ച് പൂവൊക്കെ പിച്ച് കട്ട് ചെയ്തിങ്ങനെ അങ്ങനെ ഇടുന്ന പരിപാടിയൊന്നുമില്ല. അമ്മയ്ക്ക് അപ്പം എന്ത് ഡിസൈൻ തോന്നുന്നോ, അപ്പം എന്ത് കളർ കോമ്പിനേഷൻ, പൂവുകളുടെ കളർ കോമ്പിനേഷൻ തോന്നുന്നു അമ്മ അതനുസരിച്ചാണ് ഇടാറ്. അപ്പോഴത്തേക്കും നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇവിടെ നിന്ന് അവിടം വരെ പോയിട്ട് പറിക്കുന്ന, അതേപോലെ മേളിൽ പോയിട്ട് പറിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ബുദ്ധിമുട്ട് അമ്മയ്ക്ക് അറിയാവുന്നതുകൊണ്ട് അമ്മ ഇപ്രാവശ്യം ഒരു എളുപ്പപ്പണി അമ്മ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, നമുക്കിവിടെ മറ്റു പണിക്കും തൊഴുത്തിലെ കുറച്ച് കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് കുറച്ച് എംസാൻഡ് ഇവിടെ ഇറക്കിയിട്ടുണ്ടായിരുന്നു.
പണി കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ എംസാൻഡ് ഇങ്ങനെ ബാക്കി ഇവിടെ വന്ന് കിടന്നു. അമ്മ എന്ത് ചെയ്തു, മഴ പെയ്യുമ്പോഴൊക്കെ ആ എംസാൻഡ് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ മഴയത്ത് ഒലിച്ച് പോകുന്ന അവസ്ഥ ഉണ്ടായപ്പോഴത്തേക്കും അമ്മ ഈ സൈഡുകളിൽ കുറച്ച് കല്ലൊക്കെ വെച്ചിട്ട് ഇവിടെ അങ്ങ് ചെടി വെക്കാൻ തുടങ്ങി. പൂക്കളം ഇടണം, ഓണം വരാറായി. ഓണം വരാറാകുമ്പോൾ നമുക്ക് പൂക്കൾ ആവശ്യമുണ്ട്. അപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് പെട്ടെന്ന് ഇവിടെ നിന്ന് പൂ പറിച്ചിടാം എന്നുള്ളൊരു കോൺസെപ്റ്റിൽ എംസാൻഡിൽ താൽക്കാലികമായിട്ട് അമ്മ ചെടി വെച്ചിരിക്കുന്നതാണ് ഇത്. ഇതിപ്പോൾ കുറേയൊക്കെ പൂത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഇതുപോലത്തെ ചില എന്താ പറയുക വ്യത്യസ്തമായിട്ടുള്ള ഐഡിയകൾ അമ്മയുടെ തലയിൽ ഉദിക്കും. ഇതാകുമ്പോഴത്തേക്കും ഇതിൻ്റെ വേര് പിടിച്ചുകൊണ്ട് അപ്പോഴത്തേക്കും എംസാൻഡ് ആകുമ്പോഴത്തേക്കും ഇതിന് വളം കുറവാണല്ലോ എന്ന് നമുക്ക് തോന്നുന്നല്ല, വളം കുറവായിരിക്കും. അമ്മ ഗോമൂത്രവും ചാണകവും ഒക്കെ ഇതിന് മേളിലിടുന്നുണ്ട്. ഇനി ഇത് വല്ല പണിക്ക് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷേ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ നമ്മൾ ആവശ്യത്തിന് എടുത്ത മണ്ണ് കുറേ നാൾ കഴിയുമ്പോൾ ചുമ്മാ അങ്ങ് ഒലിച്ചു പോവുമായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം അതേപോലെ നമുക്ക് പണിക്ക് ആവശ്യം ഇറക്കിയ മണ്ണ് വീണ്ടും ഒലിച്ചു പോരുതെന്നുള്ളൊരു കോൺസെപ്റ്റിൽ അമ്മയ്ക്ക് എളുപ്പമാണ്, മണ്ണ് ഒലിച്ചു പോവില്ല, ഈ ചെടി പെട്ടെന്ന് പൂ പറിച്ചിടാമെന്നുള്ളൊരു കോൺസെപ്റ്റിൽ എൻ്റെ അമ്മ ചെയ്ത പരിപാടിയാണ്. ഞാനിത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഇതൊക്കെയാണ് എൻ്റെ അമ്മയുടെ പരിപാടി. ഇത് ഫുള്ള് എംസാൻഡാണ്. ഇതിങ്ങനെ തോണ്ടി നോക്കിയാൽ നിങ്ങൾക്കിത് മനസ്സിലായി. ഇത് കണ്ടോ, ഇത് ഫുള്ള് മണ്ണല്ലേ, എംസാൻഡാണ്. ഇത് കോൺക്രീറ്റ് തറ, അതിൻ്റെ മുകളിലാണ് എംസാൻഡ് കിടക്കുന്നത്. ആ എംസാൻഡിൻ്റെ പക്കത്താണ് അമ്മ ചെടി വെച്ചേക്കുന്നത്. എന്തായാലും ബുദ്ധി. വേറൊരു രസം എന്ന് വെച്ചാൽ ഇവിടെ കണ്ടോ നിങ്ങൾ മുള്ളുകൾ കാണുന്നുണ്ട്. ഇതൊക്കെ ഈ മുള്ളുകൾ എന്തിനാന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് മുമ്പേ പറഞ്ഞിരുന്നു നമ്മുടെ അരയന്നങ്ങളും കോഴികളുടെ ശല്യം സഹിക്കുക വയ്യാന്ന്. അപ്പോൾ അതുങ്ങൾ വന്ന് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് പുറത്തുനിന്ന് ഈ എലന്തിപ്പഴം എന്നൊക്കെ പറയുന്ന, പാലക്കാട് ജില്ലയിലൊക്കെ എലന്തിപ്പഴം എന്നൊക്കെ പറയും ഈ സാധനത്തിന്. എലന്തിവടയൊക്കെ ഉണ്ടാക്കുന്നൊരു സൈസ് ഫ്രൂട്ട്, ഒരു സാധനമാണ്. അതിൻ്റെ മരത്തിന് നല്ല മുള്ളാണ്. അത് വെട്ടിക്കൊണ്ട് വന്നിട്ട് ചുറ്റിലും വെച്ചിരിക്കും. ചുറ്റിലും മാത്രമല്ല ഉള്ളിലൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്, കോഴി കയറാതിരിക്കും. ഇടയ്ക്ക് ഞാൻ ഓർക്കാപ്പുറത്തൊക്കെ ഇല്ല കൂടെ വരുമ്പോൾ എൻ്റെ കാലയിലും കൊള്ളും, പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മ കൈ മലർത്തി കാണിക്കും, നീ നേരെ നോക്കി നടക്കാത്തതുകൊണ്ടാണ് നമുക്ക് പറഞ്ഞത്. നമുക്ക് വേറെ ചോയ്സ് ഇല്ല. കാരണം കോഴിയുടെ ശല്യം എന്താണെന്ന് നമുക്ക് നന്നായിട്ടറിയാം. ഒരു പച്ചപ്പുല്ല് പോലും കിളിപ്പിക്കും. ഇവിടെ ഇപ്പം ഇത്രയും പച്ചപ്പും ഹരിതാപയൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിലും എത്ര യുദ്ധങ്ങൾ ഒക്കെ ജയിച്ചാണ് ഇതിവിടെയൊക്കെ നിൽക്കുന്നതെന്ന് വെച്ചാൽ യുദ്ധം അത് പറയേണ്ട കാര്യം തന്നെയാണ്. ഇതൊക്കെ എന്തിനാ അമ്മച്ചി വെറുതെ കാലയിൽ മുള്ളു കൊള്ളുമ്പോഴൊക്കെ നമുക്ക് ദേഷ്യം തോന്നില്ല. ഇതൊക്കെ ചുമ്മാ ഇങ്ങനെ വെച്ചിരുന്നിട്ട് കാര്യമില്ല, ദേഷ്യം തോന്നുമെങ്കിലും ഒക്കെ നമ്മൾ പറയുമെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു 3-4 വർഷം മുമ്പ് ഞാൻ +2 കഴിഞ്ഞ് ഡ്രോപ്പ് ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് 1 വർഷം ചുമ്മാ ഇരുന്നപ്പോൾ ഞാനായിട്ട് തന്നെ തുടങ്ങി വെച്ചതാണ് ഈ ചെടി വെപ്പും കാര്യങ്ങളും ഒക്കെ. ഞാൻ പിന്നെ ക്ലാസ്സിന് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും അമ്മ ഇത് ഏറ്റെടുത്തു. ഞാൻ പറഞ്ഞ പോലെ തന്നെ പിന്നെ എന്നെ കൂടെ തൊടിക്കുകയല്ല. അപ്പം ഞാൻ തന്നെയാണ് ഈ പരിപാടി അമ്മയ്ക്ക് ഇട്ട് കൊടുത്തത്. അപ്പം പിന്നെ എനിക്ക് കൂടുതലൊന്നും ഇതിൽ സംസാരിക്കാനും പറ്റില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരു ചെടിച്ചട്ടി അമ്മ മാക്സിമം യൂസ് ചെയ്യും. മാക്സിമം യൂസ് ചെയ്യുന്ന പറയും മാക്സ് യൂസ് ചെയ്യും. ആ ചെടിച്ചട്ടിയിൽ എന്തെല്ലാം വെറൈറ്റികൾ ചെടി വെക്കാൻ പറ്റുന്നുണ്ടോ ആ വെറൈറ്റികൾ ചെടി എല്ലാം അമ്മ വെച്ചിരിക്കും. കാണിച്ചു തരാം. ചെടിച്ചട്ടി നോക്കുകയെന്ന് വെച്ചോ, ഇതിനകത്ത് 4 മണി പൂണ്ട്, ഈ ഒരു പല കളറിലുള്ള ചിലയുണ്ട്, ഒരു ഇലയുള്ള ചെടിയുണ്ട്, ചെമ്പരത്തിയുണ്ട്, റോസയുണ്ട് ഒന്ന്, പിന്നെ ഇത് ഒരു തെച്ചി, അത് എവിടുന്നോ പറിച്ചുകൊണ്ട് വന്നാന്ന് തോന്നുന്നു, വേര് പിടിക്കാൻ വേണ്ടി ഇങ്ങനെ നാട്ടി വെച്ചേക്കുന്നത്. അപ്പോൾ ചെമ്പരത്തി ഉണ്ട്, ഈ ഒരു ചെടിയുണ്ട്, മംഗ്ലാവുണ്ട്, പിന്നെ റോസയുണ്ട്. അതിൻ്റെ സൈഡിൽ കൂടെ തെച്ചിയോ തുമ്പ എന്തോ വെച്ചിട്ടുണ്ട്, തെച്ചിയാന്ന് തോന്നുന്നു. ഇത്ര ഒരു ചെടിച്ചട്ടി അമ്മ മാക്സിമം യൂസ് ചെയ്യും. ചെടിയെന്നൊന്നും പറയാനില്ല, ഇതൊരു ഡ്രമ്മ് പോലത്തെ ഒരു സംഭവമാണ്. നമ്മൾ ഈ ബാത്റൂമിലൊക്കെ വെള്ളം നിറച്ച് വെക്കാൻ പറ്റുന്ന സാധനം. അത് ചെറുതായിട്ട് പൊട്ടുമ്പോൾ വെള്ളം നിൽക്കുകയില്ല, ഇതുപോലെയൊക്കെ പൊട്ടൽ വീഴുമ്പോൾ വെള്ളം നിൽക്കുകയില്ല, ഉടനെ മണ്ണ് നിറച്ച്, അതേപോലെ ഈ സൈഡൊക്കെ പൊട്ടുമ്പോൾ ഉടനെ മണ്ണ് നിറച്ച് ചെടിയാക്കും. പിന്നെ ഈ ചെടിച്ചട്ടി നിൽക്കുന്നുണ്ടോ, തെങ്ങ. ഇതിൻ്റെ പിന്നിൽ ഐഡിയ ഞാനായിരുന്നു. അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. സ്പേസ് ഇങ്ങനെ ചുമ്മാ കിടക്കുന്നത്, പണ്ട് ഇവിടെ ഒരു തെങ്ങുണ്ടായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നു, അപ്പുറത്തെ തൊഴുത്തിൻ്റെ സൈഡിലും ഒരെണ്ണമുണ്ടായിരുന്നു. ഈ കാറ്റൊക്കെ ആകുമ്പോഴത്തേക്കും ഇത് തൊഴുത്തിലേക്ക് വീഴുമോ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം ഉണ്ടാവുമോ, ഇതിങ്ങനെ മറിഞ്ഞ് വീഴുമോ എന്ന് പേടിച്ചിട്ട് ഈ 2 തെങ്ങുകളും വെട്ടി. നമുക്ക് വേറെയും തെങ്ങുകളുണ്ട്. ആ വെട്ടിയതിന് ശേഷം നമ്മൾ വേറെ പുതിയ തെങ്ങ് വേറെ സ്ഥലത്ത് വെക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ തെങ്ങ് വെട്ടിയപ്പോഴത്തേക്കും ഈ തെങ്ങിൻ്റെ ഇത് മുറിക്കാതെ ഇതുപോലെ പീസായിട്ട് കിടപ്പുണ്ടായിരുന്നു. ഞാൻ 1 വർഷം ഇവിടെ വെറുതെ ഇരുന്ന സമയത്ത്
ഞാൻ ഈ സാധനം എടുത്ത് അവിടെ നിവർത്തി വെച്ചിട്ട് ബോട്ടിലില്ലേ സാധാരണ നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ നമ്മൾ മിറാണ്ട് മറ്റു സംഭവങ്ങളൊക്കെ മേടിച്ച് കുടിക്കുന്ന ബോട്ടിൽ കട്ട് ചെയ്ത് അതിനകത്ത് ഇതുപോലത്തെ 4 മണി ചെടികൾ വെച്ചു. ഇതിൻ്റെ പൊക്കത്ത് വെച്ചു. കാരണം കോഴി വന്ന് മറിക്കരുതെന്നോർത്ത് ഞാൻ അങ്ങനെ വെച്ചു. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഫോട്ടോസ് അന്ന് ഞാൻ വെച്ച ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഇട്ട് കാണിച്ചു തരാം. ആ ഒരു ഐഡിയ ഉൾക്കൊണ്ടുകൊണ്ട് അമ്മ ചെയ്തതാണത്. ചട്ടി അല്ല എന്ന് പറയാൻ പല കാര്യങ്ങളും. ഇതുണ്ടോ, ഇത് പിടി പോയൊരു ഓട്ടയായ അടുക്കളയിലൊരു പാത്രം, അതിനകത്താണ് ഈ ചെടി വെച്ചേക്കുന്നത്. മാക്സിമം ഒരു പാത്രം ഒരു ചട്ടിയുടെ യൂസേജാണ് അല്ലെങ്കിൽ യൂട്ടിലൈസേഷനാണ് നമ്മൾ ഈ കാണുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ സമയം ഇപ്പോൾ 4 അയ്യോ തലയടിച്ച് 4 പാത്രം പൊട്ടിയാവും. 4:22 കഴിഞ്ഞു. അപ്പോൾ നമ്മളെ കുറച്ച് മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഒരു വെയിലൊക്കെ താഴ്ന്നു കഴിഞ്ഞിട്ട് നമ്മൾ ചെടി നടാന്ന് റിപ്പോർട്ട് ചെയ്യാന്ന് ലോട്ടസ് റിപ്പോർട്ട് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതേ ഞാൻ ഈ പാത്രത്തിലായിരിക്കും നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതുമായിട്ട് ഞാൻ മേളിലേക്ക് കയറി വന്നേക്കാം. അമ്മ പുറകെ വരും. കുറച്ച് മുമ്പേ എടുത്തു വച്ചിരുന്ന മണ്ണ് ഇവിടെ ഉണ്ട്. പിന്നെ ഇതിപ്പോൾ 2 പാത്രമുണ്ട്, 2 ചട്ടിയുണ്ട്. അപ്പോൾ ഈ പാത്രത്തിലായിരിക്കും നമ്മൾ പകുതിയോളം മണ്ണ് നിറച്ച് വെച്ച് ട്യൂബർ മാറ്റി നടാൻ പോകുന്നത്. ചില താമരയ്ക്കൊരു പ്രത്യേകത തന്നെ വിരിയത്തില്ല. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വിരിച്ചു കൊടുത്താൽ മാത്രമേ അത് വിരിയത്തുള്ളൂ ഗൈസ്. കണ്ടോ, ഇങ്ങനെ ഒന്ന് വിരിച്ചു കൊടുക്കണം. ഇതിപ്പോൾ ഒരു കൈ കൊണ്ട് ക്യാമറ വെച്ചുകൊണ്ട് എനിക്ക് വിരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഫോണിൻ്റെ സ്ഥലത്ത് വെക്കുന്നു. എൻ്റെ കയ്യിൽ ട്രൈപോഡും ഇല്ല. അതുകൊണ്ട് വെച്ചിട്ട് ഞാൻ വിരിച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് മെല്ലെ ഇങ്ങ് വിരിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അപ്പുറത്തൊരു മുട്ട് വെക്കുന്നുണ്ട്, അതിൻ്റെയും കൂടെ ഒന്ന് നമുക്ക് വിരിച്ചു കൊടുക്കാം. വിരിച്ചപ്പോൾ അതിങ്ങനെയുണ്ട്. ഈ പൂവിൻ്റെ വ്യത്യാസം കളർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതേപോലെ വിരിയാനായിട്ട് നിൽക്കുന്നതാണ്. ചെറുതായിട്ടൊന്ന് വിരിച്ചു കൊടുക്കുക. ഇത് മുഴുവനും ട്യൂബറാണ്. അയ്യോ പറഞ്ഞു പോകും. ഇപ്പം അതാ പറഞ്ഞേ ഞാനോട് ഗൈസ്, ഞാനും അമ്മയും കൂടി ഇത്രയും എടുത്ത് മാറ്റി വെച്ചതാണ്. ഇതിനകത്ത് കുറേ ട്യൂബർ നമ്മളിങ്ങനെ മാറ്റി വെക്കേണ്ടതായിരുന്നു. കുറേ ട്യൂബർ മാറ്റി വെക്കാത്ത കാരണം ഇങ്ങനെ ട്യൂബർ കുറേയൊക്കെ ചീഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം ഇത് വെച്ചിട്ട് മാറ്റിയിട്ട് എടുക്കണം. റിപ്പോർട്ട് ചെയ്യാൻ വെച്ചിരുന്ന ചട്ടിയിലെ ഒരു താമരയുണ്ട്, അത് നമുക്ക് ഇവിടെ ശ്രീകൃഷ്ണ കൊടുത്തേക്കാം. ശ്രീകൃഷ്ണ ജയന്തിക്കുള്ള പിള്ളേർക്ക് കൊടുത്തേക്കാം. ഇളക്കി മറിച്ച് ഇത്രയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് പോയിട്ടാണുള്ളത്. കാരണം ഒരുപാട് പോയിട്ടുണ്ട്. കണ്ടോ, ഇതൊക്കെ ഒരുപാട് ട്യൂബറുകൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റാതെ ചീഞ്ഞത്. ഇത് ഫുള്ള് നല്ല ട്യൂബേഴ്സ് ചുമ്മാ ചീഞ്ഞു പോയേക്കുക. നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ചെറിയൊരു ഒരു റണ്ണർ കിട്ടാൻ വേണ്ടി ഞങ്ങൾ ഒരുപാട് കാലം കുതിച്ചിരുന്നിട്ടുണ്ട്. ഞങ്ങൾ മേടിക്കുമ്പോൾ ഞങ്ങൾക്ക് GPay ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ വേറൊരാളുടെ ഈ പൈസ കൊടുത്ത് അവരുടെ അക്കൗണ്ടിൽ നിന്ന് അവർക്ക് അയച്ച് നമ്മളിത് വരുത്തിച്ചതാണ്. അപ്പോൾ നല്ലൊരു പണി തന്നെയായിരുന്നു. ഇതുണ്ടോ, കുറേ ചീഞ്ഞു പോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കുറേ. ഇതുണ്ടോ, ഇതൊക്കെ ചുമ്മാ ചീഞ്ഞു പോയേക്കും. ഇതുണ്ടോ, ഒന്നുമില്ല, ചുമ്മാ ചീഞ്ഞു പോയേക്കും. അതെ, തെറിച്ചതിന് മേത്തല്ല. അപ്പോൾ ഇതെല്ലാം ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നതൊക്കെ ചുമ്മാ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. ഇതൊക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്ത് ക്ലീൻ ചെയ്യാനുണ്ട്. ക്ലീൻ ചെയ്തിട്ടാണെങ്കിൽ നമ്മൾ നടുന്നത്. ഇനിയിപ്പോൾ ഇന്ന് നടാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇന്ന് വെള്ളത്തിലിട്ട് വെക്കാം. ഇത് ഈ സംഭവം ഈ ട്യൂബറൊക്കെ കഴിക്കാൻ പറ്റുന്ന സാധനമാണ്. ഇത് പിന്നെ ഹൈബ്രിഡിൻ്റെ സാധനമാണ്. ഒന്ന് കഴിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ മൊത്തം നശിച്ചുപോയി. ഇത്ര ഏകദേശം കിട്ടിയിട്ടുണ്ട്. കുറച്ചും കൂടി എടുക്കാനുണ്ട്. അതൊന്ന് കഴുകി ഇതിനകത്തേക്ക് നമ്മൾ മാറ്റി വയ്ക്കും. ട്യൂബേഴ്സ് വളരെ കുറവാണ്. കാരണം ട്യൂബേഴ്സ് എല്ലാം ചീഞ്ഞു പോയി. റണ്ണേഴ്സാണ് നമുക്കിപ്പോൾ ഉള്ളത്. ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് മഴ പെയ്തു ഗൈസ്. എനിക്കാണെങ്കിൽ ഞങ്ങളിപ്പോൾ വാട്ടർ ടാങ്കിൻ്റെ അടിയിൽ കയറിയിരിക്കുക. എനിക്ക് നിൽക്കാനും പറ്റൂല. അതുകൊണ്ട് ഞാനിവിടെ ഒരു സ്ഥലത്തിരിക്കുക ഗൈസ്. ഏകദേശം ഇത്രത്തോളം റണ്ണറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഇതെല്ലാം കഴുകി വൃത്തിയാക്കി വെള്ളം നിറച്ച് വയ്ക്കുകയാണ്. ഇന്ന് ഇത് നടാൻ ഉദ്ദേശിച്ചിട്ടില്ല. കാരണം സന്ധ്യയായി. ഇപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഈ പണി തുടങ്ങിയാൽ നടക്കില്ല. അപ്പോൾ വെള്ളം ഒഴിച്ച്
നമുക്ക് കുറേ നേരം വെച്ചാലും ഒരു 2-3-4-5 ദിവസം വെച്ചാലും അല്ലെങ്കിൽ 2-3 ആഴ്ചയൊക്കെ വെച്ചാലും വലിയ പ്രശ്നം ഉണ്ടാവില്ല. അപ്പം നമ്മൾ വെള്ളം നിറച്ച് വെക്കാനാണ് പ്ലാൻ. അപ്പോൾ ഗൈസ് പിറ്റേ ദിവസം 5 മണിയായി. 5 മണി ആയപ്പോഴത്തേക്കും നമ്മൾ ഇന്ന് റിപ്പോർട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചിരുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം പറിച്ച് കഴുകി വെച്ചിരുന്ന ട്യൂബേഴ്സൊക്കെ വലിയ കുഴപ്പമില്ലാതെ ഇവിടെ തന്നെ, ട്യൂബേഴ്സല്ല റണ്ണേഴ്സെല്ലാം വലിയ കുഴപ്പമില്ലാതെ തന്നെ ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഈ ചട്ടിയിലേക്കുള്ള മണ്ണ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ഇളക്കിയ ചട്ടിയിലെ കൂടി ഒരെണ്ണം നട്ടു. അങ്ങനെ മൊത്തം 3 പാത്രത്തിലാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്ത് വെക്കുന്നത്. നമ്മൾ വിരിച്ച് വെച്ചാൽ ഇത് പിങ്ക് ക്ലൗഡ് എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. നമ്മളിപ്പോൾ പറിച്ചിരിക്കുന്ന റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറിച്ചിരിക്കുന്നതും പിങ്ക് ക്ലൗഡ് തന്നെ പറഞ്ഞൊരു പിങ്ക് ക്ലൗഡ് എന്ന് പറയുന്നത് തന്നെ വെറൈറ്റിയാണ്. ഇന്നലെ വിരിച്ച് കൊടുത്തപ്പോഴത്തേക്കും ഇന്നത് കുറച്ചും കൂടി വിരിഞ്ഞിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ട് നിപ്പുണ്ട്. കഴിഞ്ഞ ദിവസം മുട്ട ഉണ്ടായിരുന്നൊരു യെല്ലോ പിയോണിയും കൂടി നമുക്ക് ഇന്ന് വിരിഞ്ഞുണ്ട് കേട്ടോ. എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ തന്നെ വിരിച്ചൊരു പൂവാണ്. ഇതിൻ്റെ ഇല കണ്ടോ, നല്ല വലിപ്പമില്ലേ. എൻ്റെ കൈ ഇങ്ങനെ വെച്ചാൽ ഇത്രയും വലിപ്പമുണ്ട് ഇതിന്. എൻ്റെ കൈ ഇവിടെ വെച്ചിട്ട് ഈ ഒരു റണ്ണറാണ് ഇപ്പോൾ ആ പാത്രത്തിൽ നടാൻ പോകുന്നത്. അപ്പോൾ ഇതിന് അത്യാവശ്യം ഹെൽത്തിയാണ്. ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടും ഇലയ്ക്കൊന്നും മാറ്റമില്ല, നല്ല സ്ട്രോങ് ആയിട്ട് ഇപ്പോൾ ഉണ്ട്. അതേപോലെ മറ്റ് പുതിയ റൂട്ട്സൊക്കെ വരുന്നുണ്ട്. ഇതുണ്ടോ, പുതിയ ഇലകളും ഒക്കെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ നടാൻ പോകുന്നത്. മണ്ണ് നിറച്ച് വെച്ചിരിക്കുന്ന ടബിൻ്റെ ഈ ഒരു സൈഡിനോട് ചേർന്നിട്ട് ഇങ്ങനൊരു വാരം പോലെ ഇങ്ങനെ മണ്ണിര ഇങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ വാനം മാന്തിയിടും. അതിലേക്കാണ് വെച്ചോ ട്യൂബർ നമ്മളിങ്ങനെ മണ്ണിനോട് ഇങ്ങനെ സൈഡ് ചേർത്ത് നടാൻ പോകുന്നത്. വട്ടത്തിൽ ഇങ്ങനെ റൗണ്ടിൽ ഓടും അതിൻ്റെ റൂട്ട്. എന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് മണ്ണിങ്ങനെ ഇട്ട് കൊടുക്കുക. ഇത് ഞങ്ങൾ ഇങ്ങനെയാണ് നടത്തുന്നത്. ചിലപ്പോൾ ഇതിനേക്കാളും വേറെ വെറൈറ്റി സയൻറ്റിഫിക്കലായിട്ടുള്ള നടലൊക്കെ വേറെ കാണും. പക്ഷെ ഞങ്ങൾ ഇങ്ങനെയാണ് നടുന്നതും ഈ കാണുന്ന എല്ലാം ഇങ്ങനെ നട്ടാണ് നമ്മൾ പിടിപ്പിച്ചിരിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ നമ്മളിനി ഇതിലേക്ക് വെള്ളം നിറയ്ക്കും. ഒഴിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് വെള്ളം അതിലേക്ക് കുത്തി ഒലിച്ച് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഇല, അതിപ്പോൾ താമരയുടെ ഇല തന്നെ വേണമെന്നില്ല, നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഇല ഇങ്ങനെ മണ്ണിലേക്ക് ചേർത്ത് വെച്ചിട്ട് ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കണം. അപ്പോൾ ഇതിങ്ങനെ മെല്ലെ നൈസായിട്ട് ഈ വെള്ളം ഈ മണ്ണിലേക്ക് ഇങ്ങനെ ഒഴുകുള്ളൂ. അല്ല നമ്മൾ സാധാരണ ബക്കറ്റിലാണ് ഇപ്പോൾ ഇവിടെ വെള്ളം ഒഴിക്കുന്നത്. ഓസിൽ ഒഴിക്കാനുള്ള സൗകര്യം നമ്മൾ വീടിൻ്റെ പൊക്കത്തായതുകൊണ്ട് പൈപ്പ് ഇവിടെ ഉണ്ടെങ്കിലും ഓസ് കണക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പോൾ നമ്മൾ ബക്കറ്റിൽ എടുത്തുകൊണ്ട് വന്നിട്ട് ഒഴിക്കുകയാണ്. അപ്പോൾ ഒരു ഇല ഇങ്ങനെ വെച്ചിട്ട് ഒഴിക്കുവാണെങ്കിൽ ഇങ്ങനെ നൈസായിട്ട് വെള്ളം ഇങ്ങനെ പതിയെ മണ്ണിലേക്ക് ഇറങ്ങിക്കോളും. ഇല വെച്ചിട്ട് ഇങ്ങനെ ബക്കറ്റ് വഴി മെല്ലെ ഒഴിച്ചു കൊടുക്കും. ഇപ്പോൾ സൈഡിൽ കൂടി ഇങ്ങനെ മെല്ലെ കുത്തി ഒലിക്കാതെ മണ്ണ് ഇങ്ങനെ വെച്ചതിൻ്റെ ചെടിക്കൊന്നും ഒരു കേടില്ലാതെ മെല്ലെ അങ്ങ് വെള്ളം പൊക്കോളും. കംപ്ലീറ്റ് ആയിട്ട് വെള്ളം നിറച്ച് കഴിഞ്ഞു. അപ്പോഴത്തേക്കും ഈ ഇല നമ്മൾ വെച്ച ഇല എടുത്ത് മാറ്റി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇനി ഓരോ ദിവസം വെള്ളം കുറയുന്നതനുസരിച്ച് ഇലകൾ വന്നോളും, മറ്റു കാര്യങ്ങളും പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.